ഗൾഫിൽ പോകുമ്പോൾ എല്ലാ എയർപോർട്ടിലും ഇമിഗ്രേഷൻ കൗണ്ടറിൽ വെച്ച് രാജേഷിനെ പിടിച്ചുകൊണ്ട് പോകും. ശരിയാണോ? ശരിയാണ്. ഒരു 5-6 വർഷം നമ്മൾ അടുപ്പിച്ച് ഷോ പോകുമ്പോൾ എന്നെ കൂളായിട്ട് വിടുകയും രാജേഷിനെ പിടിച്ച് അവർ എന്ന് പറഞ്ഞ് വേറൊരു റൂമിലേക്ക് ഉണ്ടാവും. എന്താ അതിൻ്റെ രഹസ്യം? അത് മനോഹരൻ്റെ അതിനകത്തൊരു പങ്ക് മനോഹരനും ഉണ്ട്. എനിക്കെന്ത് പങ്ക്? എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറയാം. ഞാൻ വെച്ചാൽ നമ്മളിവിടെ പോയത് ഷാർജയിൽ പോയപ്പോൾ ഷാർജ എയർപോർട്ടിൽ പോയി നിന്നപ്പോൾ നമ്മുടെ ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വരിക നമ്മുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തിരി താഴ്ത്താണല്ലോ മറ്റേ സീൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ശരിക്കും ഇത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ സ്റ്റാമ്പ് ചെയ്തപ്പോൾ മനോജേട്ടൻ്റെ പാസ്പോർട്ടിലാണ്. അതെ, എൻ്റെ പാസ്പോർട്ട് എടുത്ത് വെച്ചപ്പോൾ നീ എന്തിനാ കയറി നിന്നത്? അതുകൊണ്ട് എനിക്ക് പറ്റിയ എന്താ, നിന്റെ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് സീൽ ചെയ്തു. നമ്മളെ ഇറക്കി വിട്ടു. തിരിച്ചു വരാൻ നേരത്ത് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ശരി വീഴുന്നില്ല. കാരണം എൻ്റെ കണ്ണിന്റെ ടെസ്റ്റാ നിന്റെ പാസ്പോർട്ടിൽ ഇരിക്കുന്നത്. എൻ്റെ കണ്ണിന്റെ ടെസ്റ്റ് നിന്റെ പാസ്പോർട്ട്, നിന്റെ കണ്ണിന്റെ ടെസ്റ്റ് എൻ്റെ പാസ്പോർട്ട്. പക്ഷെ എന്നെ ഒരു ലേഡി ഇറക്കി വിട്ടു. ഞാൻ നീ വന്നെ നോക്കിയപ്പോ നിന്നെ ഊടുപാട് പിടിക്കുക. എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ടൊരു ചില്ല് ഇട്ട ഞാൻ ഇന്നും ഓർക്കുന്ന നിന്റെ ദയനീയമായ ഒരു നോട്ടമുണ്ട്. തൂക്കിക്കൊല്ലാൻ ഒരാളെ കൊണ്ടുപോകുമ്പോ അല്ലേ, എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ വിട്ടു. നീ വരാൻ വേണ്ടി നോക്കിയപ്പോൾ നിന്നെ അവിടെ ഓഫീസേഴ്സ് ഓരോരുത്തർ വരുന്നു. നീ അവിടെ തെറ്റ് ചെയ്ത പോലെ അവിടെ ചർച്ച നടക്കുന്നു. അതൊന്നുമല്ല മനോട്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും അല്ല എന്നിട്ട് നീ അപ്പം ഞാനിങ്ങനെ നിന്നിങ്ങനെ നോക്കിയപ്പോൾ നിന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാൻ അങ്ങാറ്റത്ത് ഇങ്ങനെ മനോട്ടനെ ഇങ്ങനെ കൈ കാണിച്ചു. നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനാന്ന് പറഞ്ഞ എന്നെ പിടിച്ചോണ്ട് പോകുന്ന ഞാൻ അല്ല, അത് ഭയങ്കര ഇതായിപ്പോയി. കാര്യം പ്രോഗ്രാം കഴിഞ്ഞ് അത്രയും വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചപ്പം മുതൽ മനോട്ടൻ ഇങ്ങനെ അത് ഇവിടെ നടക്കുന്ന എന്താണ്, എന്റെ കൂടെ വന്ന ആളെ പിടിച്ചിട്ട് പോയി അങ്ങനൊന്നും. പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ, നിന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയാത്ത പോലെ അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടൊരു റൂമിലിരുത്തി മനോട്ട്. അവിടെയാണ് ഞാൻ പേടിച്ചത്. കുറേ പേര് ചർച്ച. ഞാൻ കുറേ ചിത്രങ്ങൾ കൊണ്ടുവന്നു, കുറേ പേരുടെ ചിത്രം. ഈ കുത്തു ഇട്ടിട്ടുള്ള ചിത്രം. എന്നിട്ട് അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരാളിങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കും ഇങ്ങനെ. ഇങ്ങനെ നോക്കും. ഇടയ്ക്ക് ഞാൻ ഈശ്വര ആരുടെയും മോഹം എൻ്റെ മുഖത്ത് വരല്ലേ ഈശ്വര. എൻ്റെ പ്രാർത്ഥന അതാ. കാര്യം നിസാര സംഭവമുള്ളൂ, ഇത് തെറ്റിപ്പോയെന്നുള്ള. ഇവർ നമ്മൾ കള്ള പാസ്പോർട്ടിലൊക്കെ ചെന്നെന്നൊക്കെ പറഞ്ഞ് പിടിച്ചകത്തിട്ട് പോയില്ലേ. അന്നൊന്നും നെഞ്ച് കത്തിപ്പോയല്ലേ? നെഞ്ച് കത്തിയതല്ല, അതിലും മേളിൽ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട്. പക്ഷെ മനോജ് ഇതൊക്കെ കൊടുക്കുന്ന പേടിയാന്ന് എനിക്കറിയാം. എനിക്ക് പേടിയാ. ഞാനപ്പോൾ ആലോചിക്കുന്നത് മനോജേട്ടനാണ് ഇവിടെ വന്ന് ഇരുന്നായിരുന്നെങ്കിൽ ഒരു മോണിറ്ററിലൂടെ നമ്മൾ മനോജന്റെ മുഖം കണ്ട ഞാൻ പേടിച്ചു. എന്തായിരിക്കും അവസ്ഥ? നീ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് പ്രോഗ്രാമിൽ വളരെ വൃത്തിയായിട്ട് അശോക് ചേട്ടനെ അനുകരിക്കാറുണ്ട്. അശോക് ചേട്ടൻ്റെ പാട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം. എല്ലാ പടത്തിലും ഈ അശോകൻ ചേട്ടൻ്റെ ഒരു ചെറിയ പീസ് പാട്ട് കാണും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ പടത്തിലും അത്യാവശ്യം കോമഡി ആയിട്ട് വരുന്ന പടത്തിലെല്ലാം പാട്ട് പാടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇപ്പം വന്ന പടത്തിൽ പാട്ടുണ്ട്. ഇപ്പം കൈകാലവതില്ലാത്തവരാണ് ദൈവമേ എന്തെങ്കിലും തരണേ അമ്മ അമ്മോ അമ്മ അമ്മ അമ്മോ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ മിക്ക പടത്തിലും പാടുന്നത്. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കരുതേ സുപ്രഭാതോ. അങ്ങനെ ഓരോ പടത്തിലും ഓരോ പാട്ട്. ഡയലോഗ് മീശമാധവൻ്റെ ഡയലോഗ്. ദിലീപ് പറയാൻ നീ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കാവ്യമാധവൻ്റെ ഒക്കെ ചെല്ലുന്ന ഡയലോഗ്. അതിങ്ങനെ ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാർ ഓർമ്മ വരും. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂൾ കൂട്ടുമ്പോൾ കുറുപ്പ് മാഷിന് ഓർമ്മയില്ല, ചക്കര മാവ് നിറച്ച് മാമ്പഴം പഴുത്ത് തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കയറി. മാധവൻ മാവിൽ വലിഞ്ഞ് കയറി. മാവിൽ നിറച്ച് പുളിയനുറുമ്പായിരുന്നു. പുളിയനുറുമ്പ് കടിച്ചിട്ട് മാധവൻ നിലത്ത് വീഴുമ്പോഴും 2 ചക്കര മാമ്പഴവും മാരോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇന്ന യന്ത്രമൊന്നുമില്ല, ഒരു യന്ത്രം. അടിപൊളി. സൂപ്പർ. അശോക് ചേട്ടനായിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്യാറില്ലേ? ഒരുപാട്. ഞാൻ അശോക് ചേട്ടനായിട്ടൊക്കെ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള അശോക് ചേട്ടനൊക്കെ.